ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്തയിലേക്കാണ്. സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ പുരസ്കാര തിളക്കവുമായി അമൃത TV മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായരാണ്. മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായർ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം അമൃത ടെലിവിഷൻ. മികച്ച നടൻ കൃഷ്ണചന്ദ്രൻ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. അത് സീരിയൽ ടെലിഫിലിം. പരിപാടി മഴയെത്തും മുമ്പ് അമൃത TV. മികച്ച രണ്ടാമത്തെ നടൻ കിഷോർ റോഷിക് 10,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. പരിപാടി ഒപ്പോണന്റ് നില 24 ലൈവ്. മികച്ച നടി ശ്രീധന്യ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. മഴയെത്തും മുമ്പ് അമൃത TV. അവാർഡുകൾ കഥാവിഭാഗം. മികച്ച സീരിയൽ മഴയെത്തും മുമ്പ് അമൃത TV. സംവിധാനം ജിജോ വർഗീസ് ആന്റണി 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അരുൺ രാജ് ആർ 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രജിത്താണ്. രജിത്ത്, പതിവ് പോലെ തന്നെ ഈ വർഷവും പുരസ്കാര തിളക്കത്തിലാണ് അമൃത TV. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഐശ്വര്യ, അമൃത TV അവാർഡിന്റെ തിളക്കത്തിൽ തന്നെയാണ്. 4 അവാർഡുകളാണ് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത TV ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മികച്ച സീരിയൽ വിഭാഗത്തിൽ മഴയെത്തും മുമ്പേ അമൃത TVയുടെ മഴയെത്തും മുമ്പേ ടെലിഫിലിമിന് അവാർഡ് ആണ് ഉള്ളത്. സംവിധാനം മികച്ച സീരിയലായി തന്നെ മഴയെത്തും മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു. സംവിധാനം ജിജോ വർഗീസ് ആന്റണിക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. നിർമ്മാണത്തിനും അരുൺ രാജ് ആർ 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡാണ്. തിരക്കഥയ്ക്കും ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഇതേ സീരിയലിൽ തന്നെ മികച്ച നടനായും മികച്ച നടിക്കും ഇതേ സീരിയലിൽ തന്നെയാണ് അവാർഡുള്ളത്. മികച്ച നടനായി കൃഷ്ണചന്ദ്രൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. മികച്ച നടിയായി ശ്രീധന്യയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നത്. ഇത് മൂന്നും ഈ അവാർഡുകളെല്ലാം തന്നെ മഴയത്ത് മുമ്പേ അമൃത TVയുടെ സീരിയൽ ആണ്, ടെലിഫിലിമാണ്. അതിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും സന്തോഷകരമായ മറ്റൊന്നുള്ളത് മികച്ച വാർത്താ അവതാരികയായി നമ്മുടെ സ്വപ്ന ബി നായർ, നമ്മുടെ സീനിയർ ആയിട്ടുള്ള സ്വപ്ന ബി നായരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അങ്ങനെ ഇത്തവണത്തെ അവാർഡിൽ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത TVയുടെ സീരിയലിനും അതുപോലെ തന്നെ വാർത്താ അവതാരികയ്ക്കും ഉൾപ്പെടെ ഒരു അവാർഡ് തിളക്കം തന്നെ എന്ന് പറയാൻ കഴിയും. അത്തരത്തിൽ മികച്ച അവാർഡുകൾ വാങ്ങിക്കൊണ്ടാണ് അമൃത TV ഇത്തവണയും മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. 4 അവാർഡുകളാണ് അമൃത TVക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി, സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ പുരസ്കാര തിളക്കവുമായി അമൃത TV മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായരാണ്. കൂടാതെ മികച്ച സീരിയൽ മഴയത്ത് മുൻപേ ഇതിലെ അഭിനയത്തിനാണ് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. രജിത്, മറ്റൊരു കാര്യം, ഈ അവാർഡുകൾ എപ്പോഴാകും കൊടുക്കുക? അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടോ? ഈ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ മിനിസ്റ്റർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം അവിടെ നിന്നും ഈ പ്രഖ്യാപനത്തിന് ശേഷം മടങ്ങുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഇതിന്റെ അവാർഡ് വിതരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നീട് സ്ഥലവും തീയതിയും അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവാർഡിന്റെ പ്രഖ്യാപനം മാത്രമാണ് മന്ത്രി നടത്തി മടങ്ങിയിരിക്കുന്നത്. ഐശ്വര്യ. ശരി, പതിവ് പോലെ തന്നെ പുരസ്കാര തിളക്കത്തിലാണ് അമൃത TV. അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയിരിക്കുകയാണ്. അതിൽ മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായരാണ്. കൂടാതെ മികച്ച സീരിയലായി മഴയത്ത് മുൻപേ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിലെ ഒരു അഭിനയത്തിനാണ് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്.